ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജേണി ത്രൂ ദ ബൈബിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 20-ാം ദിവസമാണ്. ഇന്ന് വായിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 38-ാം അധ്യായവും ജോബ് പുസ്തകത്തിലെ 29-ാം അധ്യായവും 30-ാം അധ്യായവും കൂടെ സുഭാഷിതങ്ങളിലെ 3-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 32 വരെയുള്ള വചനങ്ങളും. നമുക്ക് തുടങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം. യൂദായും താമാറും. അക്കാലത്ത് യൂദ തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്നു പേരായ ഒരു അദുല്ലാംകാരൻ്റെ അടുത്തേക്ക് പോയി. അവിടെ അവൻ ഷൂവ എന്നു പേരായ ഒരു കാനാൻകാരൻ്റെ മകളെ കണ്ടു. അവളെ ഭാര്യയായി സ്വീകരിച്ച് അവളോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. യൂദ അവന് ഏർ എന്നു പേരിട്ടു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവനെ അവൾ ഓനാൻ എന്നു വിളിച്ചു. അവൾ വീണ്ടും ഗർഭിണിയാവുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു. അവനെ അവൾ ഷേല എന്നു വിളിച്ചു. അവൻ ജനിക്കുമ്പോൾ യൂദ കെസീബിലായിരുന്നു. തൻ്റെ കടിഞ്ഞൂൽ പുത്രനായ ഏറിന് യൂദ ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു. അവളുടെ പേർ താമാർ എന്നായിരുന്നു. എന്നാൽ യൂദായുടെ കടിഞ്ഞൂൽ പുത്രനായ ഏർ കർത്താവിൻ്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു. കർത്താവ് അവനെ മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ ഓനാനെ വിളിച്ചു പറഞ്ഞു, നിന്റെ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക. സന്തതി തൻ്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരനു വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ തൻ്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു, എൻ്റെ മകൻ ഷേല വളരുന്നതുവരെ നിന്റെ പിതാവിൻ്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക. അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂദ ഭയപ്പെട്ടു. താമാർ തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. കുറേ നാൾ കഴിഞ്ഞ് യൂദായുടെ ഭാര്യ ഷൂവായുടെ മകൾ മരിച്ചു. ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തൻ്റെ സുഹൃത്ത് അദുല്ലാംകാരൻ ഹീറായുടെ കൂടെ തിമ്നായിൽ ആടുകളുടെ രോമം കത്രിക്കുന്നവരുടെ അടുത്തേക്ക് പോയി. നിന്റെ അമ്മായിയപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിമ്നായിലേക്ക് പോകുന്നുണ്ട് എന്ന് ആളുകൾ താമാറിനോട് പറഞ്ഞു. ഷേലയ്ക്ക് പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ലെന്ന് കണ്ട് താമാർ തൻ്റെ വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹമാകെ മറച്ചു തിമ്നായിലേക്കുള്ള വഴിയിൽ എനയീം പട്ടണത്തിൻ്റെ വാതിൽക്കൽ ചെന്നിരിപ്പായി. മുഖം മൂടിയിരുന്നതുകൊണ്ട് അവൾ ഒരു വേശ്യയാണെന്ന് യൂദ വിചാരിച്ചു. വഴിവക്കത്ത് അവളുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു, വരൂ, ഞാൻ നിന്നെ പ്രാപിക്കട്ടെ. തൻ്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല. അവൾ ചോദിച്ചു, അങ്ങ് എനിക്ക് എന്തു പ്രതിഫലം തരും? അവൻ പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം. അവൾ ചോദിച്ചു, അതിനെ കൊടുത്തയക്കുന്നതുവരെ എന്തുറപ്പാണ് എനിക്ക് തരുക? അവൻ ചോദിച്ചു, ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത്? അവൾ പറഞ്ഞു, അങ്ങയുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും. അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു. അവൾ അവിടെ നിന്ന് പോയി തൻ്റെ മൂടുപട മാറ്റി വിധവാവസ്ത്രം ധരിച്ചു. താൻ ഈടുകൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ യൂദ അദുല്ലാംകാരനായ സ്നേഹിതൻ്റെ കയ്യിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. എന്നാൽ അവന് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു, എനയീമിലെ വഴിവക്കിലിരുന്ന വേശ്യ എവിടെ? അവർ പറഞ്ഞു, ഇവിടെ അങ്ങനെയൊരു വേശ്യയില്ല. അവൻ തിരിച്ചു ചെന്ന് യൂദായോട് പറഞ്ഞു, അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
അവിടെ ഒരു വേശ്യയുണ്ടായിരുന്നില്ല എന്ന് അവിടത്തുകാർ പറയുകയും ചെയ്തു. യൂദാ പറഞ്ഞു, സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചുകൊള്ളട്ടെ. നമ്മെ ആരും പരിഹസിക്കരുതല്ലോ. ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു, എന്നാൽ നിനക്കവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തന്റെ മരുമകളായ താമാർ വേശ്യാവൃത്തി നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്നും യൂദാ കേട്ടു. അവൻ പറഞ്ഞു, അവളെ പുറത്തിറക്കി ചുട്ടുകളയുക. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തന്റെ അമ്മായിയപ്പന് ഒരു സന്ദേശമയച്ചു. ദയചെയ്ത് ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടേതെന്ന് കണ്ടുപിടിക്കുക. ഇവയുടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത്. അവ തന്റേതാണെന്ന് യൂദാ സമ്മതിച്ചു. അവൻ പറഞ്ഞു, എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ. ഞാൻ അവളെ എൻ്റെ മകൻ ഷേലായിക്ക് ഭാര്യയായി കൊടുത്തില്ലല്ലോ. പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല. അവൾക്ക് പ്രസവ സമയമെടുത്തു. അവളുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങളായിരുന്നു. പ്രസവവേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കൈ പുറത്തേക്ക് നീട്ടി, ഇവൻ ആദ്യം പുറത്തു വന്നു എന്നു പറഞ്ഞു സൂതികർമ്മിണി അവന്റെ കയ്യിൽ ചുവന്ന ഒരു ചരട് കെട്ടി. പക്ഷേ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു. അവന്റെ സഹോദരൻ പുറത്തു വന്നു. നീ തന്നെത്താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്നു പറഞ്ഞ് അവൾ അവനെ പേരസ് എന്ന് വിളിച്ചു. പിന്നീട് കയ്യിൽ ചുവന്ന ചരടുമായി അവന്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേറഹ് എന്നു പേരിട്ടു. ജോബിന്റെ പുസ്തകം 29-ാം അധ്യായം. ജോബ് ഉപസംഹരിക്കുന്നു. ജോബ് തുടർന്നു, ദൈവം എന്നെ പരിപാലിച്ചിരുന്ന പഴയ കാലങ്ങളിലെ പോലെ ഞാൻ ആയിരുന്നെങ്കിൽ അക്കാലത്ത് അവിടുന്ന് തൻ്റെ ദീപം എൻ്റെ ശിരസിന് മുകളിൽ തെളിക്കുകയും ഞാൻ അവിടുത്തെ പ്രകാശത്താൽ അന്ധകാരത്തിലൂടെ നടക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ ശരത്കാല ദിനങ്ങളിലെ പോലെ ആയിരുന്നെങ്കിൽ അന്ന് ദൈവത്തിൻ്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിന്മേൽ ഉണ്ടായിരുന്നു. സർവശക്തൻ എന്നോടുകൂടെ ഉണ്ടായിരുന്നു. എൻ്റെ സന്താനങ്ങൾ എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നു. എൻ്റെ പാദങ്ങൾ പാലുകൊണ്ട് കഴുകി. പാറ എനിക്ക് വേണ്ടി എണ്ണ പകർന്നു തന്നു. ഞാൻ നഗരകവാടത്തിനു പുറത്തു വന്നു. പൊതുസ്ഥലത്തു ഞാൻ എൻ്റെ ഇരിപ്പിടം ഒരുക്കി. യുവാക്കൾ എന്നെ കണ്ടു പിൻവാങ്ങി. വൃദ്ധർ എഴുന്നേറ്റു നിന്നു. പ്രഭുക്കൾ വാപൊത്തി മൗനം ഭജിച്ചു. ശ്രേഷ്ഠർ ശബ്ദമടക്കുകയും അവരുടെ നാവ് അണ്ണാക്കിനോട് ഒട്ടിച്ചേരുകയും ചെയ്തു. എന്നെക്കുറിച്ചു കേട്ടവർ എന്നെ പുകഴ്ത്തി. എന്നെ കണ്ടവർ അത് സ്ഥിരീകരിച്ചു. എന്തെന്നാൽ നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു. നശിക്കാറായിരുന്നവർ എന്നെ അനുഗ്രഹിച്ചു. വിധവയുടെ ഹൃദയം ആനന്ദഗീതം ആലപിക്കാൻ ഞാൻ ഇടയായി. ഞാൻ നീതി അണിഞ്ഞു, അതെന്നെ ആവരണം ചെയ്തു. നീതി എനിക്ക് അങ്കിയും തലപ്പാവുമായിരുന്നു. ഞാൻ കുരുടന് കണ്ണുകളും മുടന്തന് കാലുകളുമായിരുന്നു. ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു. എനിക്ക് അപരിചിതനായവന്റെ വ്യവഹാരം ഞാൻ നടത്തി. ഞാൻ ദുഷ്ടന്റെ ദംഷ്ട്രങ്ങൾ തകർക്കുകയും അവന്റെ പല്ലിനിടയിൽ നിന്ന് ഇരയെ മോചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ വസതിയിൽ വെച്ച് മരിക്കുകയും മണൽത്തരി പോലെ എൻ്റെ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എൻ്റെ വേരുകൾ നീരുറവകളിൽ എത്തിയിരിക്കുന്നു. രാത്രി മുഴുവൻ എൻ്റെ ശാഖകളിൽ മഞ്ഞുതുള്ളികൾ പൊഴിയുന്നു. എൻ്റെ മഹത്വം എന്നും പുതുമ നശിക്കാത്തതും എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ എന്നും പുതിയതുമാണ്. എൻ്റെ വാക്കു കേൾക്കാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. എൻ്റെ ഉപദേശത്തിനു വേണ്ടി നിശബ്ദരായി നിന്നു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഒന്നും പറയാനുണ്ടാവുകയില്ല. എൻ്റെ മൊഴികൾ അവരുടെ മേൽ ഇറ്റിറ്റു വീണു. മഴയ്ക്കെന്ന പോലെ അവർ എനിക്ക് വേണ്ടി കാത്തിരുന്നു. വസന്തവൃഷ്ടിക്കു വേണ്ടി എന്നെപ്പോലെ അവർ വായ് തുറന്നിരുന്നു. ധൈര്യമറ്റ അവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു. എൻ്റെ മുഖപ്രസാദം അവർ അവഗണിച്ചില്ല. ഞാൻ അവർക്ക് വഴികാട്ടിയും നേതാവുമായി. സൈന്യമധ്യത്തിൽ രാജാവിനെ പോലെയും വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ അവരുടെ ഇടയിൽ വസിച്ചു.
ജോബിന്റെ പുസ്തകം 30-ാം അധ്യായം. ഇപ്പോഴാകട്ടെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ എന്നെ പരിഹസിക്കുന്നു. അവരുടെ പിതാക്കന്മാരെ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായ്ക്കളോടു കൂടെ പോലും എണ്ണാൻ ഞാൻ കൂട്ടാക്കുമായിരുന്നില്ല. യുവത്വം ക്ഷയിച്ച അവരുടെ കരബലത്തിൽ നിന്ന് എനിക്കെന്തു നേട്ടമാണുള്ളത്? ദാരിദ്ര്യവും കഠിനമായ വിശപ്പും നിമിത്തം അവർ വരണ്ടു ശൂന്യമായ ഭൂമി കാർന്നു തിന്നുന്നു. വിശപ്പടക്കാൻ വേണ്ടി അവർ കാട്ടുചെടികളും പച്ചിലകളും കാട്ടുകിഴങ്ങുകളും പറിച്ചെടുക്കുന്നു. ജനമധ്യത്തിൽ നിന്ന് അവർ തുരത്തപ്പെടുന്നു. കള്ളനെ എന്ന പോലെ അവരെ ആട്ടിപ്പായിക്കുന്നു. മലയിടുക്കുകളിൽ കുഴികളും ഗുഹകളിലും അവർക്ക് പാർക്കേണ്ടി വന്നു. കുറ്റിച്ചെടികൾക്കിടയിൽ അവർ ഓരിയിടുന്നു. കൊടിത്തൂവയുടെ കീഴെ അവർ ഒന്നിച്ചുകൂടുന്നു. ഭോഷരും നീചരുമായ ആ വർഗം നാട്ടിൽ നിന്ന് അടിച്ചോടിക്കപ്പെടുന്നു. ഇപ്പോൾ ഞാൻ അവർക്ക് പാട്ടും പഴമൊഴിയും ആയി തീർന്നിരിക്കുന്നു. അവർ എന്നെ വെറുക്കുകയും എന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. എന്നെ കാണുമ്പോൾ തുപ്പാനും അവർ മടിക്കുന്നില്ല. ദൈവം എൻ്റെ വില്ലിൻ്റെ ഞാൺ അയച്ച് എന്നെ എളിമപ്പെടുത്തിയതിനാൽ അവർക്ക് കടിഞ്ഞാൺ ഇല്ലാതായിരുന്നു. എൻ്റെ വലത്തുവശത്ത് നീചർ ഉയരുന്നു. അവർ എന്നെ ഓടിക്കുന്നു. അവരുടെ വിനാശകരമായ മാർഗങ്ങൾ എൻ്റെ മേൽ പ്രയോഗിക്കുന്നു. അവർ എൻ്റെ പാത തകർക്കുകയും എനിക്ക് വിപത്ത് വരുത്തുകയും ചെയ്യുന്നു. ആരും അവരെ തടയുന്നില്ല. വലിയ വിടവിലൂടെ എന്ന പോലെ അവർ വരുന്നു. കോട്ട ഇടിയുമ്പോൾ അവർ എൻ്റെ മേൽ ഉരുണ്ടുകയറുന്നു. ഭീകരതകൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. കാറ്റുകൊണ്ടെന്ന പോലെ എൻ്റെ മഹത്വത്തെ പറത്തിക്കളയുന്നു. എൻ്റെ ഐശ്വര്യം മേഘമെന്ന പോലെ കടന്നുപോകുന്നു. ഇപ്പോൾ എൻ്റെ ജീവൻ ഉള്ളിൽ തൂകിപ്പോയിരിക്കുന്നു. കഷ്ടതയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു. എൻ്റെ അസ്ഥികളെ രാത്രി തകർക്കുന്നു. എന്നെ കരളുന്ന വേദനയ്ക്ക് വിശ്രമമില്ല. ക്രൂരമായി അത് എൻ്റെ വസ്ത്രത്തിൽ പിടികൂടിയിരിക്കുന്നു. എൻ്റെ അങ്കിയുടെ കഴുത്തുപോലെ അതെന്നെ ബന്ധിച്ചിരിക്കുന്നു. ദൈവം എന്നെ ചെളിക്കുണ്ടിൽ തള്ളിയിട്ടിരിക്കുന്നു. ഞാൻ പൊടിയും ചാരവും പോലെ ആയിത്തീർന്നു. ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. അങ്ങെനിക്ക് ഉത്തരം നൽകുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങെന്നെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങെന്നോട് ക്രൂരമായി വർത്തിക്കുന്നു. കരബലം കൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു. അങ്ങ് എന്നെ കാട്ടിൽ ഉയർത്തി അതിന്മേൽ സവാരി ചെയ്യിക്കുന്നു. കൊടുങ്കാറ്റിൻ്റെ ഇരമ്പലിൽ ഞാൻ ആടിയുലയാൻ ഇടയാക്കുന്നു. അങ്ങ് എന്നെ മരണത്തിലേക്കും എല്ലാ ജീവികൾക്കും വച്ചിരിക്കുന്ന ഭവനത്തിലേക്കും കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. എന്നിട്ടും ഒരുവൻ നാശകൂപാരത്തിൽ നിന്നു കൈനീട്ടി സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നില്ലേ? ക്ലേശകരമായ ദിനങ്ങൾ കഴിച്ചവർക്ക് വേണ്ടി ഞാൻ നിലവിളിച്ചിട്ടില്ലയോ? ദരിദ്രർക്ക് വേണ്ടി എൻ്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ? എന്നാൽ ഞാൻ നന്മ അന്വേഷിച്ചപ്പോൾ തിന്മ കൈവന്നു. ഞാൻ പ്രകാശം കാത്തിരുന്നപ്പോൾ അന്ധകാരം വന്നു. എൻ്റെ ഹൃദയം പ്രക്ഷുബ്ധമായിരിക്കുന്നു. അതൊരിക്കലും പ്രശാന്തമല്ല. പീഡയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു. എൻ്റെ ശരീരം ഇരുണ്ടുപോയി, എന്നാൽ വെയിൽ ഏറ്റിട്ടില്ല. ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ കുറുക്കന്മാരുടെ സഹോദരനും ഒട്ടകപ്പക്ഷിയുടെ സ്നേഹിതനുമായിരിക്കുന്നു. എൻ്റെ ചർമ്മം കറുക്കുകയും പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നു. എൻ്റെ അസ്ഥികൾ ചൂടുകൊണ്ട് ദഹിക്കുന്നു. എൻ്റെ വീണാനാദം വിലാപമായും എൻ്റെ കുഴൽനാദം കരച്ചിലായും മാറിയിരിക്കുന്നു. സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 32 വരെയുള്ള വചനങ്ങൾ. അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശമുണ്ടായിരിക്കെ പോയി വീണ്ടും വരിക, നാളെ തരാം എന്നു പറയരുത്. നിന്നെ വിശ്വസിച്ചു പാർക്കുന്ന അയൽക്കാരനെ ദ്രോഹിക്കാൻ ആലോചിക്കരുത്. നിനക്ക് ഉപദ്രവം ചെയ്യാത്തവനുമായി കലഹിക്കരുത്. അക്രമിയുടെ വളർച്ചയിൽ അസൂയപ്പെടുകയോ അവൻ്റെ മാർഗം അവലംബിക്കുകയോ അരുത്. ദുർമാർഗികളെ കർത്താവ് വെറുക്കുന്നു. സത്യസന്ധരോട് അവിടുന്ന് സൗഹൃദം പുലർത്തുന്നു. സമ്മറി. ഉൽപ്പത്തി 38-ൽ പാപത്തിൻ്റെയും വഞ്ചനയുടെയും കുഴപ്പങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുന്നു. യാക്കോബിൻ്റെ മകനായ യൂദാ തൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി നുണകളുടെയും വിശ്വാസവഞ്ചനകളുടെയും ഒരു വലയിലേക്ക് നയിക്കുന്നു. തെറ്റിദ്ധരിക്കപ്പെട്ടെങ്കിലും
പ്രതിരോധശേഷിയുള്ള താമാർ സ്ഥിരോത്സാഹത്തിൻ്റെയും ദൈവിക നീതിയുടെയും സാക്ഷ്യമായി ഉയർന്നുവരുന്നു. ഈ വളച്ചൊടിച്ച കഥ നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ അനന്തരഫലങ്ങളെക്കുറിച്ചും മാത്രമല്ല വിധികൾ രൂപപ്പെടുത്തുന്നതിനുള്ള ദൈവത്തിൻ്റെ അപ്രതീക്ഷിത വഴികളെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. 29-30 അധ്യായങ്ങളിലെ ജോബിൻ്റെ തീവ്രമായ നിലവിളി നമ്മെ മാനുഷിക യാതനകളുടെ ആഴങ്ങളിലേക്ക് ആഴ്ത്തുന്നു. സമൃദ്ധിയും ലക്ഷ്യവും കൊണ്ട് അനുഗ്രഹീതമായ ജീവിതത്തിൽ നിന്ന് ജോബ് നഗ്നനായി സങ്കല്പിക്കാനാവാത്ത നഷ്ടത്തിൻ്റെ മുഖത്ത് വിശ്വാസത്തിൻ്റെയും നീതിയുടെയും ചോദ്യങ്ങളുമായി മല്ലിടുന്നു. അവൻ്റെ യാത്ര വേദനാജനകമാണെങ്കിലും പ്രത്യാശ മുറുകെ പിടിക്കുന്നതിനും ദൈവത്തിൻ്റെ പദ്ധതിയുടെ നിഗൂഢതയുമായി പിടിമുറുക്കുന്നതിനുമുള്ള ശക്തമായ പാഠം നൽകുന്നു. അവസാനമായി സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 32 വരെയുള്ള വചനങ്ങളിൽ വഴികാട്ടിയായ ഒരു വിളക്കുമാടം നൽകുന്നു. അലസതയും വഞ്ചനയും ഒഴിവാക്കി സത്യസന്ധതയോടെ ജീവിക്കാൻ ഈ വാക്യങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. ജീവിതത്തിലെ ദൈനംദിന വെല്ലുവിളികളെ മറികടക്കാൻ അവർ പ്രായോഗിക ജ്ഞാനം വാഗ്ദാനം ചെയ്യുന്നു. യഥാർത്ഥ അഭിവൃദ്ധി ഭൗതിക സമ്പത്തിലല്ല, മറിച്ച് നീതിയോടെ ജീവിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതിലാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യബന്ധങ്ങൾ, പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ, ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം, സദ്ഗുണം, ജീവിതത്തിലെ വെല്ലുവിളികൾക്കിടയിലും ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കൽ എന്നിവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പര്യവേഷണം ഈ ഭാഗങ്ങൾ കൂട്ടായി വാഗ്ദാനം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.